നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് പാവപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ലാത്തവർ. ഇപ്പൊ ഇവര് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു 10 തെറ്റുകളുണ്ട്. ഈ മിസ്റ്റേക്കുകൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവർക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇവർക്ക് ലഭിക്കും എന്നതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും പാവപ്പെട്ടവർ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. എനിവേ, എന്താണ് ഈ പോവർട്ടി ട്രാപ്പ് എന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കണം. കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും സാമ്പത്തികപരമായി ഒരേ അവസ്ഥയിൽ തുടരുന്ന ഒരു സാഹചര്യം. വരുമാനം എത്ര കൂടിയാലും ചെലവുകൾ അതിനൊപ്പം വർദ്ധിക്കുന്നു. വരുമാനം കൂടുന്നു, ചെലവും കൂടുന്നു. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നതിൽ പല ആൾക്കാരും ഈ പോവർട്ടി ട്രാപ്പിലാണ്. നിങ്ങൾ പോവർട്ടി ട്രാപ്പിലാണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സോ മെയിൻ ആയിട്ട് സൈക്കിൾ ഓഫ് ഡെപ്റ്റ് എന്ന് പറയും. കടം വാങ്ങി കടം വീട്ടുന്ന ഒരു അവസ്ഥ. ഒരു സ്ഥലത്ത് നിന്ന് കടം മേടിക്കും, കടം വീട്ടും, വേറെ സ്ഥലത്ത് കടം മേടിക്കും, കടം വീട്ടും. അപ്പൊ ഈ കടത്തിന്റെ ഇൻട്രസ്റ്റ് കൂടി വലിയൊരു എമൗണ്ടിലേക്ക് എത്തിപ്പെടും. അതുപോലെ തന്നെ സീറോ സേവിങ്സ്. ഭാവിയിലേക്ക് ഒരു ലക്ഷ്യമൊന്നുമില്ല. ഭാവി എന്ന ചിന്താഗതിയേ ഇല്ല. ചിന്താഗതി മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ബാക്കി വെക്കാനായിട്ട് ഒരു 5 പൈസ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ചെലവ് ശീലങ്ങൾ നമുക്ക്, സ്പെൻഡിങ് ഹാബിറ്റ്സ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഇവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ്? ഒന്ന്, ഇമ്പൾസ് ബൈയിങ് എന്ന് പറയും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ പെട്ടെന്നുള്ള ആഗ്രഹത്തിന് വാങ്ങുക. ഉദാഹരണം, ഓഫറുകൾ കണ്ട് വാങ്ങിക്കുക. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു ടൗണിലൂടെ പോവാണ്, പെട്ടെന്ന് അവിടെ ഓഫർ 50% ഓഫ്, ഫ്ലാറ്റ് 90% ഓഫ്. പിന്നെ ഈ ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8,000 ഡിസ്കൗണ്ട്, ലോഞ്ചിങ് പ്രമാണിച്ച് 8,000 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടിടും. ശരിക്കും നമ്മൾ 8,000 കിട്ടും എന്ന് പറഞ്ഞ് ലോഞ്ചിങ് ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എത്രയാണ് വാങ്ങിച്ചത് അതിനേക്കാൾ കുറഞ്ഞ പൈസക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് 1, 2, 3, 4 ഇവൻ ഒരു 10 വട്ടം ചിന്തിച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു തവണ ഉറങ്ങിയിട്ട് എഴുന്നേക്കട്ടെ. ഒരു ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അന്ന് ഉറങ്ങി എഴുന്നേറ്റ് പിറ്റേ ദിവസം നിങ്ങൾക്കാകുമ്പോൾ ചിലപ്പോൾ ചിന്താഗതി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പൾസ് ബൈയിങ് ഇവരെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സാധനമാണ്. രണ്ടാമത്, നോ ബഡ്ജറ്റ്. വരവും ചെലവും കണക്കാക്കാതെ ജീവിക്കുന്ന ഒരു സാധ്യത. എത്ര വരവുണ്ട്, എത്ര ചെലവുണ്ട്, ഇതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്സ് കാര്യങ്ങളില്ല, കണക്ക് എഴുതി വെക്കില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. അങ്ങനെ ജീവിക്കുന്നു. പണം എങ്ങോട്ട് പോകുന്ന തന്നെ ഇവർക്ക് തന്നെ അറിയില്ല. ഇവിടെ പൈസ, അവർ പറയുന്ന കാര്യമാണ്, പൈസ വരുന്നത് അറിയാം, പിന്നെ കയ്യിലൊന്നും കാണില്ല. ഇതാണ് അവസ്ഥ. പ്രോപ്പറായിട്ട് കണക്ക് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്പർ 3, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. ശമ്പളം കൂടുമ്പോൾ അതിനൊപ്പം ആഡംബരം കൂട്ടുക, ബാക്കിയൊന്നും ഉണ്ടാവില്ല. നല്ല വരുമാനം വരുന്നുണ്ട്, അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ആഡംബരം ഇങ്ങനെ കൂട്ടും. അതുവേണ്ടി നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കും, ഒരുപാട് ട്രിപ്പുകൾ പോകും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, വീടിന് മോടി പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള പല പല പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് നമ്മളൊരു പോവർട്ടി ട്രാപ്പിലേക്ക് നമ്മൾ ചെന്ന് പെടുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്പർ 4, ബാഡ് ഡെപ്റ്റ്. മൂല്യമില്ലാത്ത കാര്യങ്ങൾക്ക് കടം വാങ്ങുന്ന ഒരു സാഹചര്യം. ഉദാഹരണം, ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ ഫോർ ലക്ഷറി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ലോൺ എടുക്കുക, ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പോവർട്ടിയിലേക്ക് നമ്മളെ തള്ളിവിടും, അതിൽ തർക്കമൊന്നുമില്ല. ആൻഡ് അടുത്തത്, ലാക്ക് ഓഫ് പ്ലാനിങ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമില്ലായ്മ. അപ്പൊ ഇതിൽ 5ാമത്തെ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നോ എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ചെലവുകളൊക്കെ വന്നു, എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു മാസം സാലറി കിട്ടുന്നില്ല, എന്ത് ചെയ്യും? വീട്ടിലെ ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല. അപ്പോൾ അപ്രതീക്ഷിത ചെലവുകൾക്ക് പോലും കടം വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക്, ഇവൻ ഒരു 3 മാസത്തേക്കുള്ള എങ്കിലും എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതർവൈസ് നമ്മൾ ട്രാപ്പിൽ പെടും. ആൻഡ് 6ാമത്തെ കാര്യം, ഇഗ്നോറിങ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എടുക്കാൻ പറഞ്ഞാൽ അത് നമ്മളെ പെടുത്താൻ വേണ്ടി വരികയാണ് എന്ന് വിചാരിച്ചിട്ട് ഇൻഷുറൻസ് എടുക്കില്ല. ബാർ മിനിമം ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും ഉണ്ടായിരിക്കണം. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക് ഒന്നും വരാതിരിക്കാനും നിലവിലുള്ള ലോണുകളൊക്കെ ക്ലിയർ ആയിട്ട് പോകാനും വേണ്ടിയിട്ട് ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ അഭാവത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഇമ്പോർട്ടന്റ് കാര്യമാണ്. പ്ലസ് ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തു വെച്ചാൽ അടിപൊളിയാണ്. ദെൻ നമ്പർ 7, സിംഗിൾ ഇൻകം സോഴ്സ്. ഒറ്റ വരുമാന സോഴ്സ് ഉണ്ടോ, ഒരു ജോലി ഉണ്ടാവും, അതിന് ശമ്പളം കിട്ടും, അത് മാത്രം. പുതിയ വരുമാനം ഉണ്ടാക്കാനുള്ള മെത്തേഡിനെ കുറിച്ചോ ഇനി അതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കില്ല. അതിനൊന്നും സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, ഫുൾ ടൈം തിരക്കാണ്, ബാക്കിയുള്ള സമയത്ത് വീട്ടിലെത്തി കഴിഞ്ഞ് മൊബൈൽ നോക്കിയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാസീവായിട്ടുള്ള ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ജോലി ഇല്ലെങ്കിൽ പോലും പാസീവായിട്ട് ഒരുപാട് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം. വളരെ സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടാം. പാസീവ് ഇൻകം ആണ് ശരിക്കും ഉണ്ടാക്കിയെടുക്കേണ്ടത്. സോ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാസീവ് ഇൻകം മാസ്റ്ററി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈനിലാണ്,
learn.vinishrohini.com എന്ന് പറഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇനി അടുത്ത കാര്യം മൈൻഡ് സെറ്റ് കമ്പാരിസൺ നമുക്ക് നോക്കാം. പുവർ മൈൻഡ് സെറ്റും അതുപോലെ തന്നെ റിച്ച് മൈൻഡ് സെറ്റും രണ്ടാൾക്കാരും കാണുന്നത്. പുവർ മൈൻഡ് സെറ്റിൽ ചെലവ് മാത്രം നോക്കി കാണുന്നത്, ഇത്ര ചെലവാകും, ഇത്ര ചെലവ്, ഇത്ര വരുമാനം, ഇത്ര എക്സ്പെൻസ്, അത് മാത്രം നമ്മൾ നോക്കുന്നു. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റിൽ അതിന്റെ മൂല്യം കൂടി നോക്കും. മനസ്സിലായി? എക്സ്പെൻസ് ആകുന്നുണ്ട്, അതിന് എത്രത്തോളം മൂല്യം ഉണ്ട് നോക്കും. അതുപോലെ തന്നെ പുവർ മൈൻഡ് സെറ്റിൽ എനിക്കത് വാങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. അത് എന്നെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമൊന്നുമല്ല, എനിക്കൊന്നും അത് പറ്റില്ല, എനിക്കത് നടക്കില്ല, എന്നെ കൊണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ പുവർ മൈൻഡ് സെറ്റ്. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റിലവിടെ എനിക്കത് എങ്ങനെ വാങ്ങിക്കാം, എങ്ങനെ അത് സെറ്റപ്പ് ചെയ്യാം അതിനെ കുറിച്ച് പ്ലാൻ ചെയ്തോണ്ട് അതെങ്ങനെ സ്വന്തമാക്കണം, ഇതെങ്ങനെയെങ്കിലും വാങ്ങിക്കണം, അങ്ങനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ റിച്ചസ്റ്റ് മൈൻഡ് സെറ്റിലുള്ളവർ. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ അവർ പ്ലാൻ ചെയ്യും. ആ സംഭവം ഫോക്കസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവിടത്തേക്ക് റൂട്ട് മാപ്പ് വരച്ചിട്ട് അതിൽ വർക്ക് ചെയ്യും. അങ്ങനെയാണ്. അടുത്തത് പുവർ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ വിനോദത്തിന് ഒരുപാട് പണം ചെലവാക്കും. അവിടെ ഇവിടെയും കറങ്ങാനും ട്രിപ്പും സിനിമയും പല പരിപാടികൾക്കായിട്ട് ഒരുപാട് പൈസ ചെലവാക്കും. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റുള്ളവർ ഏറ്റവും കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നവരാണ്. ഒരുപാട് കോഴ്സുകൾ വാങ്ങിക്കും, ഒരുപാട് കാര്യങ്ങൾ അതിന് മുടക്കിക്കൊണ്ടേയിരിക്കും കാശ്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി. സോ നെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു ഫൈനാൻഷ്യൽ ഫ്രീഡം. ശരിയായ മനോഭാവം സമ്പത്ത് സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. വളർച്ചയെ ഇനി തടയുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. നമ്പർ 8, നോട്ട് ഇൻവെസ്റ്റിംഗ്. പണം വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്നത് നഷ്ടമാണ്. അസറ്റ്സ് വാങ്ങിക്കുക, നല്ല നല്ല രീതിയിൽ അസറ്റ്സ് കാര്യങ്ങൾ വാങ്ങിക്കുക. ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ 7%. അപ്പോൾ ബാങ്കിൽ നിന്ന് അത്രേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്നും നമ്മുടെ പണം ഗ്രോ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് 9ാമത്തെ കാര്യം സോഷ്യൽ വാലിഡേഷൻ. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നത് നിർത്തുക. അവനൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരെ കാണിക്കാം, മറ്റുള്ളവരെ കാണിക്കാൻ, നല്ലൊരു വലിയ വീട് കിട്ടുക, അവനെക്കാളും നല്ലൊരു വീട് കിട്ടുക, അവനെക്കാളും നല്ല വണ്ടി മേടിക്കുക, അവനെക്കാളും നല്ല ഡ്രസ്സ് വാങ്ങിക്കുക, അങ്ങനെ ഷോ ഓഫ് കാണിക്കുക. അതൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവരെ ഷോ ഓഫ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടേതായിട്ടുള്ള ലെവലിൽ ജീവിക്കുക. അടുത്താണ് പ്രൊക്രാസ്റ്റിനേഷൻ. അതായത് നാളെ തുടങ്ങാം എന്ന ചിന്ത അവസാനിപ്പിക്കുക. സ്റ്റാർട്ട് ടുഡേ. നാളെ ശരിയാവട്ടെ, ഒരാഴ്ച ആവട്ടെ, മറ്റന്നാൾ വരും, പിറ്റന്നാൾ നടക്കും. അങ്ങനെ ഓരോ നാളും ചിന്തിച്ച് അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് നാളെ തുടങ്ങാം എന്നുള്ള ചിന്ത വേണ്ട, ഇപ്പൊ തന്നെ തുടങ്ങുക. സ്റ്റാർട്ട് ടുഡേ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി. അതായത് ഒരു ഡയറി ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിനൊരു കോളൊക്കെ വരച്ച് എല്ലാം റെഡിയാക്കി വെക്കുക. ഇനി വരവ് വരുമ്പോൾ അത് ഇടുക. അതുപോലെ ചിലവ് പോകുമ്പോൾ ചിലവ് ആടിയ, എന്നിട്ടെല്ലാം നെറ്റ് എത്ര ഉണ്ട് നോക്കുക. അതിൽ ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ കട്ട് ചെയ്ത് കളയുക. പരമാവധി കുറക്കാൻ പറ്റുന്ന എല്ലാം കുറക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. വീട്ടിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്തിട്ട് OLX-ലിട്ട് വിൽക്കുക. ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിലൂടെ എൻജോയ്മെന്റ് കണ്ടെത്തുക. ഓക്കെ, ഇന്നത്തെ ചെറിയ സാമ്പത്തിക മാറ്റങ്ങൾ നാളത്തെ വലിയ വിജയത്തിനുള്ള കാരണമാകും എന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വിച്ച് വിനീഷ് സൈനിങ് ഓഫ്. ബൈ.